the flap. Alcoholics Anonymous, by its very nature, could not have been founded by one person. ഒരാൾക്ക് ആൽക്കഹോളിക്സ് അനോണിമസ് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടാവില്ല. എന്ന് വെച്ചാൽ അങ്ങനെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയും, മിനിമം 2 പേരെങ്കിലും വേണം. ബൈ ഇറ്റ്സ് വെരി നേച്ചർ എന്ന് അതുകൊണ്ടാണ് പറയുന്നത്. അതിൻ്റെ ഒരു പ്രകൃതി അങ്ങനെയാണ്. 2 പേരെങ്കിലും അങ്ങനെ 2 പേരുണ്ടെങ്കിൽ ഒരു കൂട്ടായ്മയാവുള്ളൂ. അപ്പോ ഒരാൾക്ക് ഇത് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല എന്ന് പറയുന്നത്. ഇറ്റ്സ് എസൻസ് ഈസ് ഷെയറിങ്. അതിൽ ആൽക്കഹോളിക്സ് അനോണിമസിലുള്ള മുഖ്യ പങ്ക് വഹിക്കുന്നത് പങ്കുവയ്ക്കലാണ്, ഷെയറിംഗ് ആണ്. Therefore, Bill W. and Dr. Bob are always referred to within the fellowship as the co-founders. ഇവര് 2 പേരുമാണ് ആദ്യം ഇത് തുടങ്ങാൻ ഒരു ടൂളായിരുന്നത്, അല്ലെങ്കിൽ ഈ 2 വ്യക്തിത്വങ്ങളാണ് ഇത് തുടങ്ങാനായിട്ട് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവരെ കോ-ഫൗണ്ടേഴ്സ് എന്നാണ് പറയുന്നത്. 2 പേരും സ്ഥാപകർ തന്നെയാണ്, സ്ഥാപകന്മാർ. So far, among the majority of AA members, the Ohio surgeon has been less well known than his partner. ഇതേവരെ പല AA മെമ്പേഴ്സിന്റെ ഇടയിലും ഈ ഒഹായോയിലും ഉണ്ടായിരുന്ന ഈ സർജൻ അത്ര പോപ്പുലർ, ലെസ് വെൽ നോൺ, കുറച്ച് കുറവാണ്. അദ്ദേഹത്തെ അത്രയും നന്നായി അറിയുന്ന ബില്ലിനേക്കാളും കുറച്ച് കുറവാണെന്നാണ് പറയുന്നത്. He died in 1950 when AA was only 15 years. ഈ ഡോക്ടർ ബോബ് 1950 മരണപ്പെട്ടു. AAക്ക് അന്ന് 15 വയസ്സ് മാത്രം പ്രായം ഉണ്ടായിരുന്നു. But his influence on the whole AA program is permanent and profound. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ സ്വാധീനം AAക്ക് ഒരു സ്ഥിരമാക്കി കൊടുക്കുന്ന ഒരു സ്വാധീനമായിരുന്നു. വളരെ പ്രൊഫൗണ്ട് ആയിരുന്നു. പ്രൊഫൗണ്ട് വെച്ചാൽ വളരെ ഒരു അടിത്തറയുള്ളതായിരുന്നു. ദിസ് ബുക്ക് അറ്റംപ്റ്റ്സ് ടു ഗിവ് എ പോർട്രേറ്റ് ഓഫ് ഡോക്ടർ ബോബ്. ഈ പുസ്തകം അദ്ദേഹത്തിന്റെ ഒരു ചിത്രം വരയ്ക്കാനാണ് ശ്രമിക്കുന്നത്. ആസ് ഫുൾ സ്കെയിൽ ആൻഡ് ബാലൻസ്ഡ് ആസ് പോസിബിൾ ഫോർ ദ മോസ്റ്റ് പാർട്ട്, ഇൻ ദ വേർഡ്സ് ഓഫ് ദോസ് ഹു ന്യൂ ഹിം പേഴ്സണലി. അപ്പോൾ ഒരു ബാലൻസ്ഡ് ആയിട്ടും, എത്രത്തോളം ബാലൻസ്ഡ് ആയിട്ടും ചെയ്യാനോ, അല്ലെങ്കിൽ അത് മാത്രമല്ല ഒരു ഫുൾ സ്കെയിൽ മൊത്തത്തിലുള്ള ഒരു ഇതാണ് അതിന്റെ എല്ലാ ഭാഗത്തും. ഇൻ ദ വേർഡ്സ് ഓഫ് ദോസ് ഹു ന്യൂ ഹിം, അദ്ദേഹത്തെ അടുത്തറിഞ്ഞിരുന്ന ആളുകളുടെ വാക്ക് പറയുകയാണെങ്കിൽ, ദി യങ്സ്റ്റർ ഹു ഗ്രൂ അപ്പ് ഇൻ വെർമോണ്ട് ഓഫ് ദി late 19th century, became a hard-drinking college boy, then a medical student fighting the onset of his own alcoholism, a respected physician, a loving but increasingly unreliable family man, and at last a desperately ill drunk without hope until he met a stockbroker from New York, Bill W. ഇതായിരുന്നു ബോബിന്റെ ഒരു കാര്യം. ബോബ് വെർമോണ്ട് എന്ന സ്ഥലത്താണ് വളർന്നു വന്നത്. 19ാം നൂറ്റാണ്ടില് കോളേജ് പഠിക്കുമ്പോൾ തന്നെ മദ്യപാനം ഉണ്ടായിരുന്നു. ഹാർഡ് ഡ്രിങ്കിങ് എന്ന് പറയുന്നത്, നല്ല മദ്യപാനമായിരുന്നു. പിന്നെ ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റായി. ആ സമയത്ത് മദ്യപാനത്തിന് പോരാടുകയായിരുന്നു. Fighting the onset of his alcoholism, a respected physician, വളരെ ബഹുമാനപൂർവമായിട്ടുള്ള ഒരു ഡോക്ടറായിരുന്നു അദ്ദേഹം. എ ലവിങ് ബട്ട് ഇൻക്രീസിംഗ്ലി അൺറിലയബിൾ ഫാമിലി മാൻ. സ്നേഹാർദ്ദത്തോടുകൂടി തന്നെയായിരുന്നു, പക്ഷെ വിശ്വസിക്കാൻ പറ്റാത്തൊരു ആളായിരുന്നു. ഒരു കുടുംബത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരാളായിരുന്നു. മദ്യപാനത്തിന്റെ കാരണം increasingly unreliable family man, and at last a desperately ill drunk.
പിന്നെ എല്ലാം കൈവിട്ടു പോയ ഒരു കുടിയൻ, വിതൗട്ട് ഹോപ്പ്, ഒരു പ്രതീക്ഷയില്ലാത്ത ഒരു കൈവിട്ടു പോയ ഒരു കുടിയൻ. അൺടിൽ ഹി മെറ്റ് എ സ്റ്റോക്ക് ബ്രോക്കർ ഫ്രം ന്യൂയോർക്ക്. അത് ഏതുവരെ നീണ്ടുപോയി വെച്ചാൽ ബില്ല് സ്റ്റോക്ക് ബ്രോക്കറായ ബില്ലിനെ, ഓഹരി ദള്ളാലായ ബില്ലിനെ ന്യൂയോർക്കിൽ ചെന്ന് കണ്ടുമുട്ടുന്നത് വരെ. who urgently needed a fellow alcoholic to help him maintain his sobriety. അത് ബില്ലിന്റെ ഒരു ആവശ്യമായിരുന്നു. ബില്ലിന് ഒരു മദ്യാസക്തനെ ആവശ്യമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ബില്ലിന്റെ സുബോധം നിലനിർത്താൻ ഒരു മദ്യാസക്തനെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് അപ്പൊ രണ്ടുപേർക്കും പരസ്പര പ്രയോജനമായി തീരുന്ന ഒരു കൂട്ടായ്മയുടെ തുടക്കം. Beginning with Dr. Bob's last drink and the start of the fellowship. ബോബിന്റെ അവസാനത്തെ കുടിയും ഈ കൂട്ടായ്മയുടെ തുടക്കവും. ഈ സ്റ്റോറി ബിക്കംസ് ഇൻവോൾവ് ത്രൂ ഇന്റർഡിപെൻഡൻസ്. അദ്ദേഹത്തിന്റെ കഥ വളരെ ഇൻവോൾവ് ആയിരുന്നു. മാത്രമല്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ആശ്രയം with those of other early members and of pioneer groups in the Midwest. അന്ന് മധ്യ പടിഞ്ഞാറൻ ഭാഗത്തുള്ള പഴമക്കാരുടെയും എല്ലാം ഒരു സഹായം അദ്ദേഹത്തിന് ആവശ്യമായിരുന്നു. ദിസ് ഡെവലപ്മെന്റ് വാസ് ബോത്ത് എക്സിലറേറ്റിംഗ് ആൻഡ് ടെർമുൾട്ടസ്. ഈ ഒരു പുരോഗമനം വളരെ എക്സിലറേറ്റിംഗ്, വളരെ വളരെ ആവേശമായിരുന്നു, നല്ല ബുദ്ധിമുട്ടുമായിരുന്നു. ഓൺലി ദ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് taught AA the best approaches for newcomers. ഓരോ കാര്യങ്ങൾ ചെയ്തു നോക്കി മനസ്സിലാക്കി അങ്ങനെ പഠിപ്പിച്ച ഒരു മെത്തേഡാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. അതായിരുന്നു ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ബെസ്റ്റ് രീതികൾ പുതുമക്കാർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. കണക്ഷൻസ് വിത്ത് ദ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ഗ്രൂ അൺഈസി. ഓക്സ്ഫോർഡ് ഗ്രൂപ്പുമായിട്ട് അത്ര ഒരു ഈസി ആയിരുന്നില്ല. ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ നിന്നാണ് ഇത് ഉരുത്തിരിഞ്ഞു വന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇവിടെ പറയുന്നത് കണക്ഷൻസ് വിത്ത് ദി ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ഗ്രൂ അൺഈസി. അത്ര രസകരമായില്ല അവരായിട്ടുള്ള. Dissension arose over the writing of the big book, finances, participation by members, wives, and the minorities in AA. Through it all, Dr. Bob was a steadying central figure. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലെ ബിഗ് ബുക്ക് എഴുതുന്ന കാര്യം, ധനപരമായിട്ടുള്ള കാര്യങ്ങള്, മെമ്പർമാർ പങ്കെടുക്കുന്ന കാര്യം, മെമ്പർമാരുടെ ഭാര്യമാർ പങ്കെടുക്കുന്ന കാര്യം, പിന്നെ മൈനോറിറ്റീസ്, ആൽക്കഹോളിക്സ് അനോണിമസിലുള്ള ഭൂരിഭാഗം അല്ലാത്ത ആളുകൾ, മൈനോറിറ്റീസ്. ഇതിന്റെ ഇടയിൽ കൂടെ ത്രൂ ഇറ്റ് ഓൾ ഡോക്ടർ ബോബ് വാസ് സ്റ്റഡിങ് സെൻട്രൽ ഫിഗർ. ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ ഡോക്ടർ ബോബ് ഒരു നല്ലൊരു ഒരു പ്രശസ്തിയുള്ള ഒരു ഫിഗർ ആയിരുന്നു. ദി എൻഡ് ഓഫ് ദി സ്റ്റോറി റിട്ടേൺസ് ടു ദി ഇന്റൻസ്ലി പേഴ്സണൽ വ്യൂ. ഈ കഥയുടെ അവസാനം ഒരു ആത്മ ദർശനം കാണുന്ന ഒരു കഥയായിരുന്നു. ബട്ട് ഈവൻ ഇൻ ഹിസ് ലാസ്റ്റ് ഇയേഴ്സ് ഡോക്ടർ ബോബ് വാസ് drawn into hard-fought discussions and eventually decisions that would reach far into the future of AA worldwide. ഇതൊക്കെ ആയിരുന്നാൽ പോലും, അദ്ദേഹം ഒരു നല്ലൊരു ഫിഗർ ആയിരുന്നതിൽ പോലും അദ്ദേഹത്തിന്റെ അവസാന നിമിഷങ്ങളിൽ, അദ്ദേഹത്തിന്റെ അവസാന വർഷങ്ങളിൽ ഡോക്ടർ ബോബ് ഒരുപാട് ഒരസലുകളിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു. ഒരുപാട് ആശയവിനിമയം നടത്താൻ വേണ്ടി അദ്ദേഹത്തിന് അതിലേക്ക്
വലിച്ചഴക്കപ്പെട്ടു. കൂടാതെ ഒരു തീരുമാനങ്ങൾ അത് എഐനെ ഒരുപാട് ദൂരത്തേക്ക് കൊണ്ടു ചെല്ലാൻ സാധിപ്പിക്കുന്ന ഓരോ ആശയങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ ആഗോളതലത്തിൽ ഇതിൽ നടന്നിരുന്നു എന്നാണ് പറയുന്നത്. അതാണ് ഈ ഫ്ലോപ്പിൽ എഴുതി വെച്ചിട്ടുള്ളത്. ആൽക്കഹോളിക്സ് അനോണിമസ് വേൾഡ് സർവീസ് ഇൻകോർപ്പറേഷൻ ബുക്ക് ബോക്സ് 4 അതിന്റെ അഡ്രസ്സായി ന്യൂയോർക്കിൽ. അപ്പോ ഇതാണ് അതിന്റെ ഫ്ലാപ്പിലുള്ള കാര്യങ്ങൾ. പുസ്തകം കുറച്ച് വായിക്കാം. അതിനു മുമ്പായിട്ട് ഒരു ഫോർവേഡ് ഉണ്ട്, അത് വായിക്കാം. The preparation of this book began after the April 1977 AA General Service Conference approved the project. 1900 ഈ പുസ്തകം എഴുതേണ്ട തീരുമാനം 1977 ജനറൽ സർവീസ് കോൺഫറൻസിനെ കുറിച്ച് നമ്മൾ പാസ് ഇറ്റ് ഡൗൺ ബുക്ക് വായിക്കുമ്പോൾ വായിച്ചിരുന്നു. അതിനുശേഷമാണ് ഈ പുസ്തകം എഴുതാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയത്. ആ കോൺഫറൻസിൽ ഒരു അപ്രൂവൽ കിട്ടിയ ശേഷം ഒറിജിനലി എ ജോയിന്റ് ബയോഗ്രഫി ഓഫ് ദ 2 co-founders വാസ് പ്ലാൻ. എന്നിരുന്നാലും ആദ്യം വിചാരിച്ചിരുന്നത് രണ്ടുപേരുടെയും കൂടിയിട്ട് ഒന്നിച്ചൊരു ഒരു ബയോഗ്രഫി എഴുതാം എന്നായിരുന്നു. When this proved impracticable, it became apparent that Dr. Bob's biography should be written first before Bill W.'s. അപ്പൊ ഇത് ഒരു പ്രായോഗികമായിട്ട് നടക്കില്ല എന്ന് മനസ്സിലായപ്പോ ബോബിന്റെ ആദ്യം എഴുതാമെന്ന് വിചാരിച്ചു. ബില്ലിന്റെ മുമ്പ് ആദ്യം ബോബ് എഴുതാമെന്ന് വിചാരിച്ചു. The end of the last century was the setting for all of Dr. Bob's childhood and youth. കഴിഞ്ഞ സെഞ്ചുറിയിൽ ഇതിനു വേണ്ടിയിട്ടുള്ളൊരു സെറ്റിംഗ് ആയിരുന്നു ഡോക്ടർ ബോബിന്റെ കുട്ടിക്കാലം, അദ്ദേഹത്തിന്റെ യൗവനം ഒക്കെ. ഈവൻ വിത്ത് ദ മോസ്റ്റ് thorough research, this early period includes months and years of which only the barest account can be given, and that in the memories of but a few men and women. ഇതിൻ്റെ ഒരു ഓർമ്മകളൊക്കെ വളരെ കുറച്ച് ആൾക്കാർക്ക് അറിയുമായിരുന്നുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിൽ അത്രേ അത് ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. Undramatic as these recollections are, they give glimpses into the innate character that would help to shape the fellowship of Alcoholics Anonymous. ഇതിന് ഡ്രമാറ്റിക് ആയിട്ടൊന്നുമില്ല ഈ കളക്ഷൻസിൽ. ഈ സ്വഭാവത്തെക്കുറിച്ച് ഒരു ഐഡിയ നമുക്ക് കിട്ടും. അതിന്റെ ഒരു സ്വഭാവം അത് സഹായിക്കുകയും ചെയ്യും. നമ്മൾ ഈ ഫെലോഷിപ്പ്, ആൽക്കഹോളിക്സ് അനോണിമസിലെ ഫെലോഷിപ്പ് എങ്ങനെയാണ് രൂപാന്തരപ്പെടേണ്ടത് എന്നുള്ളതിനെ കുറിച്ച്. ഫോർ ഡോക്ടർ ബോബ്സ് അഡൾട്ട് ഇയേഴ്സ് as an active and then as a recovering alcoholic, the material is far richer. അപ്പോൾ ഡോക്ടർ ബോബിന്റെ അഡൾട്ടായ ശേഷമുള്ള വർഷങ്ങൾ ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു മോചിതനാകുന്ന ഒരു മദ്യാസക്തന്റെ കാര്യം അതായിരുന്നു. മെറ്റീരിയൽ ഈസ് ഫാർ റിച്ചർ. അപ്പൊ ഈ പുസ്തകം വളരെ റിച്ച് ആയിട്ടുള്ള വളരെ റിച്ചാണ് ഈ പുസ്തകം. The material is far richer. In the course of research, the book naturally expanded from biographical limits into a memoir of early AA in the Midwest. ഇത് ജസ്റ്റ് ഇതിനെക്കുറിച്ച് ഒരു റിസർച്ച് ചെയ്യുമ്പോൾ ഈ പുസ്തകം ഒരു ബയോഗ്രാഫി, ആത്മകഥ എന്നുള്ളതിന്റെ ഒരു ലിമിറ്റിൽ നിന്ന് ഒരു ആദ്യകാല മധ്യ പടിഞ്ഞാറൻ ഭാഗത്തുള്ള അതിന്റെ ഒരു പുസ്തകമായി മാറി. അവർ co-founder was in the same position as any other A member.
മറ്റുള്ള എ മെമ്പറെ പോലെ തന്നെയായിരുന്നു നമ്മളുടെ ഈ co-founder. Without the fellowship and its program, his life, ഈ പ്രോഗ്രാം ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം would have been only a short story with a tragic ending. അപ്പൊ ഈ കൂട്ടായ്മ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഥ ഒരു ചെറിയ കഥയായിരിക്കും, അതൊരു ട്രാജഡി ആയിട്ടുണ്ടാവും, ഒരു സങ്കടം ഉണ്ടാക്കുന്ന ഒരു കഥയായി മാറിയിട്ടുണ്ടാവും. Both the individual and the larger history unfolded partially from AA literature and material in the archives at the AA. അപ്പൊ അദ്ദേഹത്തിന്റെ both the individual and larger history, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായതും കുറച്ചുകൂടി വിപുലമായ ഒരു ഹിസ്റ്ററി, അത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണിച്ചു കൊടുത്തത് പാർഷ്യലി ഫ്രം എ ലിറ്ററേച്ചറിന് കുറച്ച് കാണിച്ചു കൊടുത്തു, ആൻഡ് മെറ്റീരിയൽ ആർച്ചൈവ്സ്, ഇതിന്റെ ആർച്ചൈവ്സിലുള്ള എ ജനറൽ സർവീസ് ഓഫീസിലുള്ള ഇതിൽ നിന്നാണ് കാണിച്ചു കൊടുത്തത്, ന്യൂയോർക്ക് സിറ്റി. ബട്ട് ചീഫ്ലി ഫ്രം ഫേസ് ടു ഫേസ് ടോക്സ് വിത്ത് ദ റിലേറ്റീവ്സ്. പക്ഷെ എന്നിരുന്നാലും കൂടുതലായിട്ടും നേർക്ക് നേരിരുന്ന് സംസാരിച്ചിട്ട് ആണ് അത് പുറത്ത് വന്നിരുന്നത്. റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് ആൻഡ് അക്വൈൻറ്റൻസ് ഓഫ് ഡോക്ടർ ബോബ്, അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ, സ്നേഹിതന്മാര്, അറിയാവുന്നവർ, വിത്ത് പയനിയർ മെമ്പേഴ്സ് ഓഫ് മിഡ് വെസ്റ്റേൺ AA. ഈ മധ്യ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഗ്രൂപ്പുകളിലുള്ള മെമ്പേഴ്സ് അദ്ദേഹത്തിന്റെ ആ വഴിക്കാണ് അറിഞ്ഞിരുന്നത്. The locales of these interviews included not only Ohio and Dr. Bob's native Vermont, but California and the DC area, Florida, North Carolina, New York and Texas. ഇത് ഒഹായോയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല ഡോക്ടർ ബോബിന്റെ നേറ്റീവ് വെർമോണ്ട്, കൂടാതെ കാലിഫോർണിയയില് DC ഏരിയ, പിന്നെ ഫ്ലോറിഡ, പിന്നെ നോർത്ത് കരോലീന, ന്യൂയോർക്ക്, ടെക്സസ്, ഇവിടെ എല്ലാം പടർന്നു. The section headed sources, page 349, serving as both footnotes and biography, gives the origins and availability of quoted matter. ഇതായിരുന്നു ഈ പുസ്തകത്തിന്റെ ഈ ഭാഗം. The interviews yielded a greater wealth of historical material. മുഖാമുഖം സംസാരിച്ചതിന്റെ ഒരു ഫലമായിട്ട് ചരിത്രപരമായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരുന്നു than would be included in one book. അത് ഒരു പുസ്തകത്തിൽ അടങ്ങാവുന്നതിലും കൂടുതലായിരുന്നു. But the complete records are now in the AA archives. Alcoholics Anonymousന്റെ ആർച്ചൈവ്സിൽ ഇതിന്റെ കംപ്ലീറ്റ് റെക്കോർഡുകളും ഉണ്ട്. So all the people who shared their memories, the fellowship owes debt of gratitude. ആരെല്ലാം ആ സമയത്ത് ഈ ഓർമ്മകൾ പങ്കുവെച്ചോ അവരോട് ഇന്നും കൂട്ടായ്മ കടപ്പെട്ടിട്ടുള്ളതാണ് എന്ന് പറയുന്നു. നമുക്കിന്ന് ഇവിടെ നിർത്താം. അടുത്ത ആഴ്ച തൊട്ട് 1ാം പാഠത്തിലേക്ക്, ചൈൽഡ്ഹുഡ് ആൻഡ് കോളേജ് ഇയേഴ്സ് ഓഫ് ബോബിലേക്ക് കടക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇതിലൊന്നും സംശയമൊന്നും ആർക്കും കാണാൻ വഴി